2025 ജെയ്മെയിൻ സെഷൻ 1 എക്സാമിന് 98.416916 എന്ന മികച്ച പെർസെൻറ്റേജ് സ്കോർ നേടിയ പാലാ റിപ്പീറ്റേഴ്സ് ജെയ്മെയിൻ ബാച്ചിലെ വിദ്യാർത്ഥിയായ കൃഷ്ണ അനിൽരാജാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. കൃഷ്ണ, സ്നേഹപൂർവ്വം സ്വാഗതം. എങ്ങനെയുണ്ടായിരുന്നു കൃഷ്ണ ഈ ഒരു റിസൾട്ട് അറിഞ്ഞപ്പോഴത്തേനും? സന്തോഷമായിരുന്നു? എന്തായിരുന്നു ഒരു എക്സ്പീരിയൻസ്? വളരെ സന്തോഷമായിരുന്നു. ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തിരുന്നല്ല. എവിടെയാണ് സ്വദേശം? ഞാൻ കൊല്ലത്താണ് പഠിച്ചതൊക്കെ? പ്ലസ് ടു വരെ ഏത് സ്കൂളിലാണ് പഠിച്ചത്? 10th വരെ കിങ്സിലും +1+2 ഓക്സ്ഫോർഡിലും. ഓക്കെ, എന്നാണ് ഒരു ബ്രില്യൻറ്റിലേക്ക് കുറിച്ച് അറിഞ്ഞ് ബ്രില്യൻറ്റിലേക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാമെന്നൊരു തീരുമാനം വന്നത്? പ്ലസ് ടുവിന്റെ തുടക്കത്തിൽ തന്നെ തീരുമാനിച്ചു. പക്ഷെ അപ്പം ജോയിൻ ചെയ്തില്ല. ആദ്യമായിട്ട് ജോയിൻ ചെയ്തത് ക്രാഷ് ബാച്ചിലായിരുന്നു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു കൊല്ലത്തെ ക്രാഷ് ബാച്ചിന്റെ ഒരു എക്സ്പീരിയൻസസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫാക്കൽറ്റി ഒക്കെ വളരെ നല്ലതായിട്ട് പോർഷൻസ് എടുത്ത് ഇത്രയും കുറവ് സമയം കൊണ്ട് വളരെ എഫക്റ്റീവ് ആയിട്ട് തന്നെയാണ്. ആ ഒരു കുറച്ച് സമയം കൊണ്ട് എന്താണ് എൻട്രൻസ് എന്ന് തിരിച്ചറിയാനായിട്ട് സാധിച്ചു. ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണോ റിപ്പീറ്റേഴ്സ് ജെയ്മെയിൻ ബാച്ചിലേക്ക് വന്ന് ഒരു വർഷം പഠിച്ചേക്കാമെന്നൊരു തീരുമാനം എടുക്കാൻ സഹായിച്ചത്? ഇനി നമുക്ക് ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ച് പറയാം. ആരാണ് ഈ ഒരു ബ്രില്യൻറ്റിലേക്ക് വരണമെന്നുള്ള രീതി സജസ്റ്റ് ചെയ്തത്? വീട്ടുകാരുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററുമായിട്ട്? അമ്മ തന്നെയാണ് സജസ്റ്റ് ചെയ്തത്. അമ്മയുടെ ഒരു കോളേജ് പറഞ്ഞിട്ടാണ് അമ്മ ഇവിടെ വരാന്നത്. അമ്മ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? അമ്മ TKM കോളേജിലെ പ്രൊഫസറാണ്, കെമിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. അമ്മയുടെ പേര് സൈബിയാർ. ഓക്കെ. ഇനി അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ? അച്ഛൻ അനിൽരാജ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഇപ്പോൾ ബാംഗ്ലൂരിലെ വർക്ക്. ഒരു അനിയത്തിയാണുള്ളത് അല്ലേ? ഒരു അനിയനാണുള്ളത്. അനിയൻ എന്ത് ചെയ്യുന്നു ഇപ്പം? 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഈ ഒരു പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിലേക്ക് വരികയാണ്. റിപ്പീറ്റേഴ്സ് ജെയ്മെയിൻ ബാച്ചിലെ വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ കുറേ നാളുകളിലേക്ക് വരുമ്പോഴത്തേനും ജെയ്മെയിൻ എക്സാം എന്ന് പറയുമ്പം ആദ്യം കുറച്ച് നാൾ കൊണ്ട് നമുക്ക് എക്സാമുകൾക്ക് പഠിച്ചിക്കേണ്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. തിയറി പഠിക്കണം. അതിനുശേഷം ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ജെയ്മെയിൻ മോഡൽ എക്സാമുകൾക്കാണ്. എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ ഒരു മോഡൽ എക്സാമിൻ്റെ ഫെസിലിറ്റീസും ആ ഒരു ഷെഡ്യൂളിനെ എങ്ങനെ വിലയിരുത്തുന്നു? മോഡൽ എക്സാമിന് വളരെ നല്ല ഫെസിലിറ്റീസ് ആണ്. നമ്മളെല്ലാവരും കമ്പ്യൂട്ടർ സെന്ററിൽ തന്നെയാണ് എക്സാം എഴുതിയത്. എക്സാമിന്റെ ഫോർമാറ്റും കറക്റ്റ് ചെയ്യുന്നതിന്റെ പോലെ തന്നെയായിരുന്നു. അപ്പോൾ ഇനി നമ്മുടെ ഒരു മോഡൽ എക്സാമുകളിലേക്ക് വരികയാണെങ്കിൽ ചില എക്സാമുകൾ ഡിഫിക്കൽട്ട് ആയിരിക്കും, ചിലത് വളരെ ഈസി ആയിരിക്കും, ചിലത് മോഡറേറ്റ് ആയിരിക്കും. ഏറ്റവും കുറഞ്ഞ മാർക്ക് എന്ന് വിലയിരുത്തിയത് ഏതാ ബ്രില്യൻറ്റിലെ മോഡൽ എക്സാമുകൾക്ക്? ഏറ്റവും കുറഞ്ഞ മാർക്ക് കിട്ടിയത് 108 മാർക്കാണ്. ഏറ്റവും കൂടുതൽ 213. അതായത് ഒരു വലിയൊരു റേഞ്ച് തന്നെയാണ്, 108 മുതൽ 213 വരെ. എന്തായിരുന്നു ഒരു ഒറിജിനൽ ജെയ്മെയിൻ എക്സാമിന്റെ ഒരു സ്കോർ എന്ന് പറയുന്നത്? 140. ഏകദേശം ഒരു പകുതിക്ക് ഇടയ്ക്കെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഏത് ഷിഫ്റ്റ് ആയിരുന്നു എക്സാം എഴുതിയത്? 22 ജനുവരി ഫസ്റ്റ് ഷിഫ്റ്റ്. 22. ഓക്കെ. അപ്പം അന്ന് കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള ഒരു ഷിഫ്റ്റ് ആയിരുന്നു അല്ലേ? അതായത് ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ നമ്മൾ പഠിക്കുമ്പോഴത്തേനും നമുക്ക് പല വിധത്തിലുള്ള കൺഫ്യൂഷൻസ് ഒക്കെ വരും. അപ്പം ഡൗട്ടുകളൊക്കെ തോന്നും. ഇതാണോ കറക്റ്റ്, ഈ രീതി ചിന്തിക്കണോ, അല്ലെങ്കിൽ ഈ രീതി ചെയ്യുന്നതാണോ കൂടുതൽ ടൈം കൺസ്യൂമിങ്? എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ ഒരു ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റി? എത്രമാത്രം യൂസ്ഫുൾ ആയിരുന്നു? റെഫറൻസിന് ഇരിക്കുമ്പോഴേക്കും മിക്ക സമയത്ത് അവിടെ താഴെ ഫാക്കൽറ്റി ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഡൗട്ട്സ് വരുമ്പോഴത്തേക്ക് ഇടയ്ക്ക് വെച്ച് താഴെ പോയിട്ട് അവരപ്പം തന്നെ പ്രോസസ് റൂമിൽ പോയി ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത്. കൂടുതൽ സമയം ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ അതോ റെഫറൻസ് ഫെസിലിറ്റി ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ഞാൻ ഫസ്റ്റ് സെഷന് മുന്നേ എപ്പോഴും റെഫറൻസ് ആണ്. എന്തുകൊണ്ടാണ് ഈ റെഫറൻസ് പഠിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ റെഫറൻസിന് ഇരിക്കുവാണെങ്കിൽ കൂടുതൽ ബെനിഫിറ്റ് എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവാനുള്ള ടെൻഡൻസി കുറവാണ് റെഫറൻസ് ആയിരിക്കും. ഓക്കെ. അതായത് കൃത്യം ഒരു ടൈം ടേബിളിൽ നമുക്ക് പഠിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഒരു കൃത്യമായൊരു ബ്രേക്ക് ടൈം ഉണ്ട്. ഈ സമയത്ത് നമുക്ക് ബ്രില്യൻറ്റിന്റെ ലൈബ്രറി ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. എന്തെങ്കിലും എഫക്റ്റീവാണ് അത് തന്നെ. ഇനി എന്തായിരുന്നു ജെയ്മെയിൻ സെഷൻ 1 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും സെഷൻ 2 ഒരു പ്രിപ്പറേഷൻസ് എങ്ങനെയാണ്? സെഷൻ 1 ഞാൻ മാത്സ് ഒരുപാട് ഫോക്കസ് ചെയ്തില്ലായിരുന്നു. ഞാൻ കെമിസ്ട്രിയും ഫിസിക്സും ആണ് ഫോക്കസ് ചെയ്തത്. അപ്പോൾ ഇത്തവണ മാത്സും കൂടി കുറച്ചും കൂടെ കൂടുതൽ സ്ട്രെസ് കൊടുക്കണം എന്നാണ്. ബാക്കി ഏതൊക്കെ എൻട്രൻസ് എക്സാമുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ജെയ്മെയിൻ സെഷൻ 2 അല്ലാതെ? പിന്നെ കീമിന് പ്രാധാന്യം കൊടുക്കുന്നത്. ജെയ് അഡ്വാൻസിനുള്ള പ്രിപ്പറേഷൻസും? ജെയ് അഡ്വാൻസിനും ജെയ്മെയിനും ഒരുപോലെ തന്നെ പ്രിപ്പറേഷൻസ് നടക്കുന്നുണ്ട്. കൃഷ്ണയുടെ മെൻറ്ററായ അഖിൽ സാറ് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുവാണ്. സാറ് E7 ബാച്ചിൻ്റെ മെൻറ്ററാണ്. സാർ 58 വിദ്യാർത്ഥികളുള്ളൊരു ബാച്ചാണ് E7 എന്ന് പറയുന്നത്. ഈ 88 വിദ്യാർത്ഥികളിൽ കൃഷ്ണയെ സാർ എങ്ങനെയാണ് ഓർത്തിരിക്കുന്നത്? ക്ലാസ് ടോപ്പറായിരുന്നു. അതുപോലെ തന്നെ നന്നായിട്ട് പഠിക്കുമായിരുന്നു കാര്യങ്ങൾ. അതുപോലെ തന്നെ കൃത്യസമയത്ത് നേരത്തെ വരുന്ന ഒരു വിദ്യാർത്ഥിയാണ്. 15 മിനിറ്റ് പിന്നെ ബാക്കിയുള്ള കുട്ടികളെ വെച്ച് നോക്കുന്നു. ക്ലാസ് ഒക്കെ തുടങ്ങുന്നതിന് 15 മിനിറ്റ് മുമ്പ് എത്തുന്ന ഒരാളാണ്. അതുപോലെ തന്നെ എക്സാമുകളെല്ലാം തന്നെ കൃത്യമായിട്ട് എഴുതുമായിരുന്നു. അതായത് ഒരു കാരണവശാലും മിസ്സാക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. സ്കിപ്പായിട്ടുള്ള എന്തോ ഹോസ്പിറ്റൽ കേസ് വന്നിട്ട് അങ്ങോട്ട് സ്കിപ്പായതാണ്. അവധി എടുക്കുന്ന ഒരാളാണോ? അല്ല, ഒരിക്കലും അവധി എടുക്കുന്ന ഒരാളല്ല. എന്തോ എമർജൻസി വന്നപ്പോഴെങ്കിലും 1-2 ദിവസത്തെ അവധികൾ മാത്രം.
ഏറ്റവും കൂടുതൽ കോൺടാക്ട് വന്നിരിക്കുന്നത് അമ്മയായിട്ടാണ്. സൈബി മാമായിട്ടായിരുന്നു കൂടുതൽ കോൺടാക്ട് വന്നിരുന്നത്. 2-3 തവണ ക്യാമ്പസിൽ വന്നിരുന്നു കാണാനായിട്ട്. അന്ന് മാർക്കിൻ്റെ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. ഓക്കെ, TKM കോളേജിലെ പ്രൊഫസറാണ് അമ്മ അല്ലേ? ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് വരുന്നത്. അപ്പം എഞ്ചിനീയറിംഗ് ആസ്പിരൻ്റ് ആയിട്ട് മകളിവിടെ പഠിക്കുന്നു, ഒരു എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നു. എങ്ങനെയുണ്ടെന്ന് ആ ഒരു പേരൻസ് സെക്ഷൻ, അതായത് ഒരു ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പ് നോക്കുമ്പോൾ? സൈബി മാമായിട്ട് 2-3 തവണ കൂടുതൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു, പേരൻസ് മീറ്റിംഗ് നടത്തിയിരുന്നു. അപ്പം ഫുൾ സപ്പോർട്ടായിരുന്നു കൃഷ്ണയ്ക്കാണേലും. ഓക്കെ, എല്ലാ കാര്യത്തിനും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇനിയൊരു ചോദ്യം കൃഷ്ണയോടാണ്. എങ്ങനെയാണ് നമ്മുടെ മെന്ററായ അഖിൽ സാറിനെ വിലയിരുത്തുന്നത്? തുടക്കത്തിൽ വന്നപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചത് ഭയങ്കര കലിപ്പൻ സാറായിട്ടാണ് ആദ്യം ക്ലാസ്സിലേക്ക് കടന്നു വന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരുടെയും കമ്പനി. ആദ്യം കണ്ടപ്പോൾ ഒരു കലിപ്പന തോന്നിയാലും കുറച്ച് കഴിഞ്ഞപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് തോന്നി. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ബാക്കി സാറിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ? എല്ലാ കാര്യം ക്ലാസ്സിൽ വന്ന് പറയുമായിരുന്നു. എല്ലാ എൻട്രൻസ് എക്സാമുകളെ കുറിച്ചുള്ള ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുമായിരുന്നു. ഓക്കെ, ഇനി ചിലപ്പോൾ നമുക്ക് ഒരു വിദ്യാർത്ഥികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സൊക്കെ തോന്നുന്ന സമയമുണ്ട്, പഠിച്ചാൽ കിട്ടുമോ എന്നൊക്കെ തോന്നും. അതായത് ഒത്തിരി ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യം കാണും. ഒത്തിരി വിദ്യാർത്ഥികൾ, ഞാൻ കൃഷ്ണയുടെ കാര്യം മാത്രമല്ല ഉദ്ദേശിച്ചത്, ഒത്തിരി വിദ്യാർത്ഥികൾ കാണും. അവരെയൊക്കെ എങ്ങനെയാണ് സാർ ഡീൽ ചെയ്തത്? അപ്പോഴൊക്കെ പോയി അപ്രോച്ച് ചെയ്ത് സംസാരിക്കും. നമുക്ക് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു, സംസാരിക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. ഹാപ്പി ആകുമായിരുന്നു സാറിനോട് സംസാരിച്ച് കഴിഞ്ഞാൽ? ഒത്തിരി സംസാരിക്കുന്ന ആളാണോ അഖിൽ സാറ്? ഒത്തിരി സംസാരിക്കുന്ന ആളാണ്. ഇനിയൊരു ചോദ്യം കൃഷ്ണയോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, കൃഷ്ണ എങ്ങനെയാണ് ഈ പറയുന്ന നമ്മുടെ അഖിൽ സാറിനെ ഒരു മെന്റർ എന്ന രീതിയിൽ ഓർത്തിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഇത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാം നടക്കുമ്പോൾ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഓൾഡർ ബ്രദർ ഫിഗർ പോലെ തന്നെയാണ് നിന്നത്. ഒരു എൽഡർ ബ്രദർ ഫിഗറിലാണ് അഖിൽ സാറിനെ പ്ലേസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും. ഇനി ബ്രില്യൻറ്റിലേക്ക് വരുമ്പോഴത്തേനും ജെയ്മേനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി മെറ്റീരിയലുകളുണ്ട്. ബ്രില്യൻറ്റിൻ്റെ മെറ്റീരിയലുകളുണ്ട്, മറ്റ് റെഫറൻസ് മെറ്റീരിയലുണ്ട്. ഈ ഒരു മെറ്റീരിയൽ എല്ലാം വെച്ച് നോക്കുമ്പോൾ എല്ലാ മെറ്റീരിയലും ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഏതൊക്കെ മെറ്റീരിയലിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്? അതിൽ തന്നെ ബ്രില്യൻറ്റ് മെറ്റീരിയലിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്തത്? ഞാൻ ക്ലാസ്സിൽ ചെയ്യുന്ന മെറ്റീരിയൽ തന്നെ വീട്ടിൽ വന്നിട്ട് ഒന്നും കൂടെ ചെയ്തു നോക്കും. അതായത് ബ്രില്യൻറ്റിലെ സ്റ്റഡി മെറ്റീരിയൽ ഒന്നും കൂടെ ചെയ്തു നോക്കും, സ്വന്തമായിട്ട് ചെയ്ത് നോക്കുമായിരുന്നു. പിന്നെ എക്സാമിന് മുന്നേ വർക്കും PYQയും ചെയ്യുമായിരുന്നു. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് കൃഷ്ണ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ബ്രില്യൻറ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് തന്നെയാണ്. ആ ഒരു മെറ്റീരിയൽസ്, അതായത് ക്ലാസ് നോട്ട് പൂർണ്ണമായും ചെയ്തു നോക്കി, പ്രീവിയസ് ഇയർ മുഴുവൻ ചെയ്തു നോക്കി, ഈ പറയുന്ന വർക്ക് ബുക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഒരു പ്രീവിയസ് ഇയറും ഈ ഒരു മെറ്റീരിയലൊക്കെ ചെയ്ത് നോക്കിയ ഒരു എക്സ്പീരിയൻസിൽ നോക്കുമ്പം എന്തായിരുന്നു നമ്മുടെ ബ്രില്യൻറ്റ് എക്സാമും ഒറിജിനൽ ജെയ്മേൻ എക്സാമും എഴുതുമ്പോൾ ഉള്ളൊരു ഡിഫറൻസ് എങ്ങനെയായിരുന്നു? കാര്യമായ ഡിഫറൻസ് വല്ലതും ഫീൽ ചെയ്തു? അത് ഏകദേശം എല്ലാം ഒരേ പാറ്റേണിൽ തന്നെയാണ് എന്നൊരു വിലയിരുത്തലാണോ വന്നത്? ഏകദേശം ഒരേ പാറ്റേണിൽ തന്നെ, അതായത് വലിയൊരു ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല. ജെയ്മേൻ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉള്ളത് ഏതാദ്യം എഴുതണം, ഏത് ഒരു എക്സാമും ഏതൊരു ടോപ്പിക്കും എങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ളതാണ്. കൃഷ്ണ ഏത് ടോപ്പിക്കാണ് ആദ്യം എക്സാമിന് തിരഞ്ഞെടുത്തത്? ഫിസിക്സ് ആണോ, കെമിസ്ട്രി ആണോ, മാത്സ് ആണോ, ഏതായിരുന്നു? കെമിസ്ട്രി ആണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ. എന്തുകൊണ്ടാണ്? ഒരു പക്ഷേ കെമിസ്ട്രി പ്രാവശ്യം എളുപ്പമാണ് എന്നുള്ളൊരു ഐഡിയ കിട്ടും എന്നുള്ളൊരു കണക്കൂട്ടലിനാണോ? അല്ല, ഞാൻ പൊതുവെ കെമിസ്ട്രിക്കാണ് ഏറ്റവും കുറവ് സമയം എടുക്കുന്നത്. അതായത് സ്ട്രോങ് സബ്ജക്റ്റ് കെമിസ്ട്രി ആണ്. ഓക്കെ, ബാക്കി സബ്ജക്റ്റിലേക്ക് വരുമ്പോഴത്തേനും അതിനുശേഷമുള്ള ഓർഡർ എങ്ങനെയായിരുന്നു? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഫിസിക്സ് തന്നെയാണ്. ഫിസിക്സ് ആണ്. ഓക്കെ, മാത്സിന് എങ്ങനെ കൊടുത്തു പ്രാധാന്യം? മാത്സിന് ഞാൻ പൊതുവെ ഇച്ചിരി വീക്കാണ്. ഓക്കെ, അതുകൊണ്ട് ആദ്യം കെമിസ്ട്രിക്ക് പ്രാധാന്യം കൊടുത്തു, പിന്നെ ഫിസിക്സ്, അതിനുശേഷം മാത്സ്. ഇപ്പോൾ ജെയ്മേൻ സെഷൻ 2 എഴുതാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോട് ഒരു സജഷൻ ഞാൻ ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പറയുന്നത്? ഫിസിക്സ് എങ്ങനെ പഠിച്ചാൽ ഒരു നല്ലൊരു സ്കോറിലേക്ക് എത്താം, കെമിസ്ട്രി എങ്ങനെ പഠിച്ചാൽ നമ്മുടെ സ്കോർ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, മാത്സ് എങ്ങനെ പഠിച്ചാൽ നമുക്ക് തരക്കേടില്ലാത്ത അത്യാവശ്യം ഒരു സേഫ് സ്കോറിലേക്ക് എത്താൻ പറ്റും, ഓരോന്നും എങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും? എല്ലാ സബ്ജക്ട്സിനും അതിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതായത് തിയറിക്ക് പ്രാധാന്യം ഇനി കൂടുതൽ കൊടുക്കാതെ പ്രോബ്ലത്തിന് തന്നെ ചെയ്തു പഠിക്കേണ്ടി വരും. ഏതിനായിരിക്കും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് പഠിക്കാനായിട്ട്? കൂടുതൽ സമയം മാത്സിനാണ് കൂടുതൽ. ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് മാത്സ് തന്നെയാണ്. ജെയ്മേൻ എക്സാമിന്റെ പെർസെന്റേജ് സ്കോർ വന്നപ്പം എന്തായിരുന്നു കൃഷ്ണയുടെ ഒരു ആദ്യത്തെ ഒരു ഇംപ്രഷൻ? ഒരു മികച്ച, ഞാൻ കഷ്ടപ്പെട്ടതിനുള്ളൊരു പ്രതിഫലം കിട്ടിയെന്നാണോ, അതോ കുറച്ചും കൂടെ വർക്ക് ചെയ്യണമായിരുന്നു എന്നുള്ള എന്തായിരുന്നു ആദ്യത്തെ ഒരു ഐഡിയ? സന്തോഷമായിരുന്നു. ഓക്കെ, അപ്പം വീട്ടുകാർക്കൊക്കെ എന്ത് തോന്നി? വീട്ടുകാർ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു ആ സമയം? അന്ന് വീട്ടിലാരും ഇല്ലായിരുന്നു. വീട്ടുകാരൊക്കെ എവിടെ പോയി? അമ്മയച്ഛനും ട്രിവാൻഡ്രത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ അവര് വരാൻ ലേറ്റ് ആയി
11 o'clock ആയി. ഞാൻ 7 മണിക്ക് വിളിച്ചിട്ട് ആ ഫോൺ കിട്ടുന്നില്ലായിരുന്നു. അതായത് റിസൾട്ട് കിട്ടി, താൻ വളരെ ഹാപ്പിയാണ്, പക്ഷെ പേരൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, പേരൻസ് എല്ലാം കൂടെ വന്നപ്പം എന്തായിരുന്നു അവരുടെ ഒരു റിയാക്ഷൻ? പെട്ടെന്ന് ഹാപ്പി ആയിരുന്നു? വന്നപ്പോൾ വളരെ ഹാപ്പി ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് സെഷൻ 2 മുൻകണ്ടിട്ടുള്ള പ്ലാനുകൾ എന്തൊക്കെയാണ്? സെഷൻ 2 വേണ്ടി സീരിയസ് ആയിട്ടുള്ള പഠിത്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ദിവസങ്ങൾ പോകുന്നത്? സെഷൻ 1 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെ വീണ്ടും പ്രാക്ടീസ്. സെഷൻ 1 അതായത് ഈ വർഷത്തെ അതോ കഴിഞ്ഞ വർഷങ്ങളിലാണോ? ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ചെയ്ത് നോക്കി, ഏകദേശം ഐഡിയ കിട്ടി. ഇനി ബാക്കിയുള്ള സമയം ഏതെങ്കിലും വീക്കായ ടോപ്പിക്കുകൾ കൂടുതൽ പഠിക്കണം. എന്താ ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജി? വിട്ടുപോയ കുറച്ച് ടോപ്പിക്സ് തന്നെ വീണ്ടും പഠിക്കുന്നുണ്ട്. മറന്നു പോകുന്ന കുറെ ടോപ്പിക്സ് ഇല്ല, അതൊക്കെ വീണ്ടും റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പം ജെയ്മെയിൻ സെഷൻ 1 സ്കോർ ഒന്നും കൂടെ മികച്ച രീതിയിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അക്ഷീണ പരിശ്രമത്തിലാണ് കൃഷ്ണ. ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിലെ റിപ്പീറ്റഡ് ജെയ്മെയിൻ ബാച്ചിലെ E7 വിദ്യാർത്ഥിയാണ് കൃഷ്ണ. കൃഷ്ണയ്ക്ക് ജെയ്മെയിൻ സെഷൻ 2 ഇതിനേക്കാളും മികച്ച സ്കോർ കിട്ടട്ടെ എന്നും ജെയ് അഡ്വാൻസിലും മറ്റ് അനവധി എൻട്രൻസ് എക്സാമുകളിലും ഏറ്റവും മികച്ച കളർഫുള്ളായ വിജയങ്ങൾ സ്വന്തമാക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ജെയ് അഡ്വാൻസിൻ്റെയും ജെയ്മെയിൻ്റെയൊക്കെ റിസൾട്ടുകൾക്ക് ശേഷം നമുക്ക് വീണ്ടും കാണാം. വെക്ടറി ഡേയിലും അതുപോലെ തന്നെ പുതിയ ഒരു സെറ്റ് ഇൻ്റർവ്യൂമായി വീണ്ടും കാണാം. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.